മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ. കാഹളനാദവും ദൂതഗണങ്ങളും കൊടിരഥങ്ങളുമായി വന്നിടും പ്രിയരക്ഷകൻ, വന്നിടും പ്രിയരക്ഷകൻ. ഹല്ലേലൂയാ പാടി ഹല്ലേലൂയാ പാടി ആനന്ദിച്ചിടും പ്രിയൻ്റെ മാർവിൽ ഞാനെന്നും, പ്രിയൻ്റെ മാർവിൽ ഞാനെന്നും. മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന പാതപിടം ചാർന്നിരിപ്പാൻ കർത്താവ് സഹായിച്ചു തോർത്ത് നന്ദി പറയട്ടെ. സമാധാനത്തിലും ആരോഗ്യത്തിലും സുബോധത്തിലും ഇതിൻ്റെ കർത്താവ് എഴുന്നേൽപ്പിച്ചല്ലോ. നന്ദിയപ്പാ, നന്ദി നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല. ഇന്നുവരെ ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് ജീവനും ഭക്തിക്കും വേണമെന്നെല്ലാം തന്ന് പോറ്റിപ്പുലർത്തിയ എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം 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 സ്തോത്രം. നന്ദി പിതാവേ, നന്ദി. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കണ്ടെടുത്ത പൊന്നുവചനമാ. എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളെ ഉപകാരങ്ങളെ ഓർത്തടിയിൽ നന്ദിയോടെ സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? അരക്ഷയുടെ പാനപാത്രമെടുത്ത് എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കൃപയാൽ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്തോത്രത്തോടെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. എൻ്റെ കർത്താവെ, ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം എന്തായിരുന്നാലും അങ്ങയുടെ പാദപീഠത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. അങ്ങ് ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന നല്ല ദൈവമാകിയാൽ സ്തോത്രം 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 കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന തലമുറകളെല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ സന്തോഷത്തോടെ നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിച്ചു തരിക. കർത്താവ് ഈ നാടും വീടും വിട്ട് വിദുരിതകളെയൊക്കെ ആയിരിക്കുന്ന പഠനത്തിനായി ജോലിക്കായി കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ്റെ കരവലയത്തിനുള്ളിൽ എല്ലാവരും ആയിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് രോഗദുഃഖാദി പോർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കുക. സ്വർഗ്ഗം സൂക്ഷിക്കുമാറാകണം. ഓരോ മക്കളെയും കൺമണി പോലെ സൂക്ഷിക്കണം. ശത്രു കാണരുത്. ദുഷ്ടപിശാചി തുടരുത്. അന്ധകാരത്തിൽ നിന്നും കടന്നു വരാതെ കാത്തുകൊള്ളുമാറാകണമേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവർക്ക് ആവശ്യമാർന്നതെല്ലാം സ്വർഗത്തിലേപ്പറ്റ ദാനമായി കൊടുത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് ജീവിപ്പാൻ തക്കണം എല്ലാ മക്കളെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങളുടെ രോഗികളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ആശുപത്രിയിലും ഭവനങ്ങളിലും വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട് കർത്താവേ. കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവരുണ്ട്, ബുദ്ധിയില്ലാത്തവരുണ്ട്, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ശരീരത്തിൽ നീർക്കെട്ടും വേദനകളാൽ മുട്ടിന് വേദന, നടുവിൻ്റെ വേദന, കൈകാൽക്ക് ചലനമില്ലാത്ത കിടക്കുകളിലൊക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പോൾ അവിടുത്തെ സന്നിധിയിലോട്ടൊന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം സകലത്തിനും മരുന്നും വൈദ്യനുമായി കൂടെ നിൽക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പ അങ്ങയുടെ പാദപീഠം കടന്നു വന്നിട്ടുള്ളവരാരും ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിച്ച ദൈവമല്ലല്ലോ. സൗഖ്യത്തോടെ മടക്കി വെച്ച ദൈവമാണല്ലോ കർത്താവേ. സ്തോത്രം സ്തോത്രം. ഇന്നും അത്ഭുതവാനാ, വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. രോഗികളുടെ നല്ല വൈദ്യൻ അവിടുന്ന്, രോഗം നീക്കുന്ന മരുന്ന് അവിടുന്ന്, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്നിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സലിമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലി. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ.
അതികഠിനമായ ചൂടിൽ കൂടി കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, സഹിപ്പാനും വഹിപ്പാനുള്ള ദൈവകൃപ തന്നെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാ കർത്താവേ. കാലാകാലങ്ങളിൽ അടിയങ്ങൾക്ക് തരുന്ന മഞ്ഞും മഴയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നല്ലവനായ ദൈവം, വിശ്വസനായ ദൈവം, മാറാത്ത ദൈവം, ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവം, ഞങ്ങൾ മറന്നാലും ഞങ്ങളെ മറക്കാത്ത ദൈവം. ഹല്ലേലൂയ, ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരട്ട് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജയം ഹല്ലേലൂയ കർത്താവേ. ശ്രേഷ്ഠമായിരിക്കാൻ നന്ദി പറയുക. എല്ലാ കുഞ്ഞുങ്ങളും നല്ല മാർക്കോടെ പാസ്സാകാൻ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളെ സഹായിക്കണേ, അവരോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഓർമ്മശക്തിയും ബുദ്ധിയുമൊക്കെ കൊടുത്ത് കാത്തുകൊള്ളണമേ കർത്താവേ. ജയത്തോടെ നടത്തണം, അവരാഗ്രഹിച്ച് തുറമുഖത്തുകൊണ്ട് എത്തിക്കണമേ കർത്താവേ. എല്ലാവരുടെയും ആവശ്യങ്ങളുടെ നടുവിൽ സ്വർഗമിറങ്ങണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗം അവർക്ക് വേണ്ടി വിജയമാർഗത്തിൻ്റെ വഴികളെ തുറക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പനവരെ സഹായിക്കണമേ, തക്ക തുണയെ ഒരുക്കണമേ. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പ തക്ക സമയത്ത് എല്ലാം കർത്താവ് തന്നെ മക്കൾക്ക് കരുതി ഒരുക്കി കൊടുക്കുമാറാകണം. ശ്രേഷ്ഠമായൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗം ഇടയാക്കണം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളെ ദാനമായി നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനുമേലും കർത്താവിൻ്റെ കരം വേണമപ്പാ. സ്തോത്രം 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 കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിച്ചാൽ എൻ്റെ കർത്താവ് അവർക്ക് കൊടുക്കുന്ന തലമുറകൾക്കായി നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. ഗർഭിണികളായിരിക്കുന്ന മക്കളോട് കൂടെ ഇരിക്കണമേ. സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവ്. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളൊക്കെ സമർപ്പിക്കുക കർത്താവ്. ഹല്ലേലൂയ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുക. കടന്നു വരുന്ന ഇലക്ഷനായി പ്രാർത്ഥിക്കുക. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുക കർത്താവ്. ആവശ്യം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമേ. അടികളോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ അപ്പാ. നീറുന്ന വേദനകൾ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. ചില വസ്തുതർക്കത്തിൻ്റെ ഹല്ലേലൂയ പേരിൽ വലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണയുടെ കരം നീട്ടുമാറാകണമേ അപ്പാ. ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ തീർത്തു തരുവാൻ യഹോവയെ നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ലപ്പാ. ബലമുള്ള കാര്യത്തിൽ സമർപ്പിക്കുക. സ്വർഗമോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി നന്ദി. സമാധാനമില്ലാത്ത കുടുംബജീവിതങ്ങളുണ്ട് കർത്താവേ. സ്വസ്ഥത നൽകി അനുഗ്രഹിക്കണമേ. ഭിന്നമായി പാൻ സമ്മതിക്കല്ലേ. സ്വർഗമോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പച്ചനൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ഒന്നിനും കുറവ് കൂടാതെ ശ്രേഷ്ഠമായത് കർത്താവ് ഒരുക്കുമാറാകണം. ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ അനുവദിക്കാതെ സ്വർഗം കരുതിക്കൊള്ളുമാറാകണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്ന കർത്താവ്. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന തൻ്റെ മക്കളെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോത്സവമായി നടത്തണമേ. കഷ്ടനഷ്ടം കൂടാതെ പോറ്റി പുലർത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഓർക്കുകയാ. സ്വർഗം സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ നന്ദി പറയുക. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുകയാ. അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കണമേ. കടഭാരത്തിന് നടുവിൽ കടന്നു പോകുന്ന മക്കളെ ആ കർത്താവെ ദൂതനെ ഇറക്കി തൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. പുതുവർഷകാലം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയുമായി തീരട്ടെ. എല്ലാ വിടുതലും സൗഖ്യം കൊടുത്ത് എല്ലാവരെയും കാത്തുകൊള്ളണമേ. കർത്താവെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെയും അനുഗ്രഹിക്കണമേ. പുതുവർഷകാലം ഹല്ലേലൂയ കൂടുതലായി കർത്താവിനോട് ചേർന്നിരിപ്പാൻ, സമാധാനവും സന്തോഷവും സമൃദ്ധി അണിയിപ്പാൻ മക്കളെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്. അവിടുത്തെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ പകരണമേ. ഇന്നപോലെ കാലം ഞങ്ങളുടെ എല്ലാ യാത്രകളെയും അനുഗ്രഹിക്കണേ. വാഹനത്തിലും വഴിയിലും കൂടെ ഇരുന്ന് കൊള്ളുമാറാകണമേ. സമാധാനവും ദൈവകൃപയും തന്നെ ഞങ്ങളെ വഴി നടത്തണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ദുബായിയുടെ പ്രദേശം, മസ്കറ്റിൻ്റെ പ്രദേശമൊക്കെ എന്നോട് ഏൽപ്പിക്കുകയാ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, കരുണ കാണിക്കണമേ. തൻ്റെ ജനത്തെ കർത്താവ് സൂക്ഷിക്കണമേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് രാജ്യങ്ങളെ വീണ്ടെടുക്കണമേ. സ്വർഗം അവിടെ നിന്ന് ഇറങ്ങണമേ. മനസ്സലിവ് കാണിക്കണമേ അപ്പാ. ആമേൻ. കർത്താവ് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം. ആ നാമം ഉയരട്ടെ, ആ നാമം വളരട്ടെ. അനേകായിരങ്ങളിൽ രൂപാന്തരപ്പെട്ടിട്ട് എൻ്റെ കർത്താവിനെ അറിയട്ടെ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്നവരെ രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ സാക്ഷികളാക്കി നിർത്തിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.